ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഒരു ഗുമ്മൊന്നും ഉണ്ടായില്ല, ആവറേജ് ആയിരുന്നു. മേക്കിംഗ് എല്ലാം പൊളിയാ, പക്ഷെ കഥ വൈസ് ആവറേജ്, പ്രെഡിക്റ്റബിൾ. ആക്ഷൻ ഇല്ല, ലാസ്റ്റ് മാത്രം കുറച്ച് ആക്ഷൻ ഉണ്ടെന്നുള്ളൂ. പിന്നെ ഒരു ആവറേജ് ആയിട്ട് കണ്ടിരിക്കാം, ഡീസെന്റ് ആയിട്ട് കണ്ടിരിക്കാം, പക്ഷെ വലിയ ഇതൊന്നുമില്ല, ഒരു ആവറേജ് പെർഫോമൻസ്. മറ്റേ എല്ലാവരുടെയും ഡീസെന്റ്. പുള്ളിക്കെല്ലാം ചെറിയ റോളാ, ക്യാങ് എങ്ങനെ തോന്നിയില്ല. ആ പടം കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബട്ട് ആ പടം കണ്ടിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഫാക്ട്. വലിയ എന്താ പറയാനാ, അവസാനം വെച്ചിട്ട് നമ്മൾ മറ്റേ വെടിപുക ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്തോ വെടിപുകയൊക്കെ ഉണ്ട്, എന്തോ ഒക്കെ കാണാം. ആൻഡ് ഹനുമാൻ കൈൻഡ് വാസ് ഓക്കെ എന്ന് പറയാം, കുറച്ച് സീൻസേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട, വന്നിരുന്ന പടം കാണാം, അത്രേ ഉള്ളൂ. വലിയ ട്രെയിലർ കണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. പടത്തിന് ഭയങ്കര ഹൈപ്പായിരുന്നു, ഓബിയസ്ലി ഭയങ്കര ഹൈപ്പായിരുന്നു. പിന്നെ സീൻസ് എല്ലാം കാണാൻ, ലൈക്ക് ആ ഒരു കളർ ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും വെടിവെക്കുന്ന ഷോർട്സും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു റൈഫിൾ ക്ലബ് എന്ന് പറയുന്നത് തന്നെയാണ് സിനിമ. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. സുഖമായിട്ട് ഇരുന്ന് കാണായിരുന്നു. എനിക്ക് തോന്നുന്നു IFFK ഇത് കാരണമായിരിക്കാം. പടത്തിന് കുറച്ച് പേരും കൂടെ വന്നിരുന്നാൽ ഇതേപോലത്തെ പടങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഓബിയസ്ലി ഇഷ്ടപ്പെട്ടു, കണ്ടിരിക്കാൻ കൊള്ളാം. ഒരു കഥ ഒന്നുമില്ല, ബട്ട് കണ്ടിരിക്കാൻ കൊള്ളാം എന്നുള്ള രീതിയിൽ പടം. മേക്കിംഗ് കൊള്ളായിരുന്നു, ഓക്കെ. ഷോർട്സ് ഒക്കെ നൈസ് ആയിരുന്നു. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. അല്ലാതെ ഇതിനകത്ത് കഥയെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. വെറുപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വെറുപ്പിക്കൊന്നുമില്ല. ഇറ്റ് വാസ് നൈസ്, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വരാം, കാണാം, കഥയൊന്നും നോക്കണ്ട, വരാം, കാണാം. പിന്നെ കുറച്ച് നല്ല ഈ ക്ലബിനകത്ത് നടക്കുന്ന ആൾക്കാരുടെ ഒരു നല്ല ആ ഫാമിലിയുടെ ഒരു ബോണ്ടിങ്, ഒരു ഗെറ്റ് ടുഗെദർ, അങ്ങനെയുള്ള രീതിയിൽ കൊള്ളാം. ദർശനയുടെ പെർഫോമൻസ് കൊള്ളാം. ഈച്ച് ആൻഡ് എവരി വൺ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. കണ്ടിരിക്കാം, 2 മണിക്കൂർ ഇത് കണ്ടിരിക്കാം. അല്ലാതെ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു റൈഫിൾ ക്ലബിനകത്ത് നടക്കുന്ന ഒരു ദിവസത്തിന് നടക്കുന്ന ഒരു സ്റ്റോറി, അത്ര തന്നെയാണ് എൻ്റെ കഥ. ബ്രോ അടിപൊളി പടമായിരുന്നു, ഒരു രക്ഷയില്ല, എല്ലാവരും വന്ന് കാണും, സൂപ്പർ പടമാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും, കാസ്റ്റിംഗ്, ഇവിടുത്തെ ഫീമെയിൽ ക്യാരക്ടർ വിജയരാഘവൻ, എല്ലാവരും പക്ക അടിപൊളിയായിരുന്നു, അടിപൊളി പടം. മേക്കിങ്ങും സൂപ്പർ ആയിരുന്നു, ക്യാമറ ആംഗിളൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി പടം. മ്യൂസിക്കും പക്കയായിരുന്നു, എല്ലാം ഓവറോൾ എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാം ഫുൾ പാക്ഡ് പടമായിരുന്നു. നല്ല സിനിമ, ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ആക്ഷൻ ആണ്, ഒരു 1 ലൈൻ സ്റ്റോറിയാണ്, ബട്ട് ഫുൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആക്ഷൻ അല്ല, വെടിയാണ്, നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഛായാഗ്രഹണം എല്ലാം സൂപ്പറായിട്ട് എടുക്കുന്നു. 2 മണിക്കുള്ള നല്ല എൻഗേജ്മെന്റ്, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇറക്കിയാലും മലയാളത്തിൽ വെച്ചിട്ട് സ്ക്രിപ്റ്റ് വൈസ് ആയാലും ഡയറക്ടർ വൈസ് ആയാലും ഇത് വേറെ വൈബ് സാധനമാണ്. ഇതിൽ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, കാണണം. നല്ല സിനിമ, മേക്കിംഗ് അടിപൊളിയാണ്. ഇല്ല, കുഴപ്പമില്ല. നല്ല സിനിമ, നല്ലൊരു പിക്ചർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ലതാണ്, ഒരു തിയേറ്റർ വാച്ചാണ്. ആഷിഖ് മോന് അവസാന 2 പടം എല്ലാം ഇതില്ലായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാ വയസ്സും ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡിയും കാര്യങ്ങളും, ക്ലൈമാക്സ് എവിടെയൊക്കെ ചെന്നെത്തി. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അപ്പനും മോനും കാസ്റ്റിംഗ് ഉണ്ട്. അത് പക്ഷേ ട്രെയിലർ റിവീലിംഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ആദ്യം പക്ഷേ ഭയങ്കര രസമായിരുന്നു. പക്ഷെ എല്ലാം ആക്ഷൻ പടം തന്നെയാണോ? ആക്ഷൻ പടം തന്നെയാണോ? ആക്ഷൻ മൊത്തം നല്ല മൂവി ആയിരുന്നു. ലൈറ്റ് തീമാണ്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല പിന്നെ റെക്സിന്റെ കംബാക്ക്, റെക്സ് വിജയൻ നല്ലപോലെ സ്കോറിംഗ് അടിപൊളിയായിരുന്നു, നല്ല കണക്കായിട്ടുണ്ടായിരുന്നു. फुल ऑन एक्शन था, स्टोरी इतना नहीं था बट एक्शन बहुत अच्छा था. सबका एक्टिंग also was very nice. It was very nice movie. Just very short movie but बहुत अच्छा था. Making was very nice. Very nice. It's very nice movie. ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് വൈസ് അല്ല, മേക്കിംഗ് വൈസ് ആണ് പടം ഇതായിട്ട് നിൽക്കുന്നത്. ബാക്കി ആക്ഷൻ എല്ലാം സൂപ്പറായിട്ടുണ്ട്. തിയേറ്റർ വാച്ച് ചെയ്യണം മൂവി. വിജയരാഘവൻ, അനുരാഗ് കശ്യപിന്റെ പെർഫോമൻസ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. മാർക്കോ ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എക്സ്പെക്ടിങ് ആണ് മാർക്കോ വളരെ എക്സ്പെക്ടിങ് ആയിട്ടുള്ള പടമാണ്. നാളെ നോക്കാം. നൈസ് ആണ്, നല്ല മൂവിയാണ്.
ആഷിക് കപൂറിന്റെ വളരെ ഈ വെയിറ്റ് ചെയ്തിരുന്ന കണ്ട നല്ലൊരു മൂവിയാണ്. പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പരാതി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ല. പടം നൈസാണ്, നല്ല മൂവിയാണ്. എല്ലാ പെർഫോമൻസ് എല്ലാം പൊളിയാണ്. ദിലീഷ് പോത്തൻ ക്ലാസ് ആണ് കേട്ടോ, മാസാണ്, കൗണ്ടറാണ്, ഫുള്ള് സെറ്റപ്പാണ്. പടം നല്ല നല്ല മൂവിയാണ്.